ഇഷ്ടാണോ? എത്ര ഇഷ്ട? ഇല്ല, എന്റെ തലയിലെ പേനെടുത്ത് അങ്ങോട്ട് വെച്ചെന്തിനാ? പേനല്ലത്. പിന്നെ നിനക്ക് ഈ കല്യാണ പന്തലിൽ നിന്ന് വന്നപ്പോ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തേ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നേ. ഇതുപോലൊരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നാണ് എന്റെ അച്ഛൻ. അയ്യോ ശരിയോ, ഭയങ്കര ആളായിരുന്നല്ലോ. ഭയങ്കര ഭയങ്കര ജനമായി. അയ്യോ ഈ മുടി ഇത്ര ഉണ്ടായിരുന്നല്ലോ നിനക്ക്? അയ്യോ ഇത്രയും മുടിയൊന്നും ഇല്ല എനിക്ക്. എനിക്ക് മുടിയേ ഇല്ല ഏട്ടാ, ഞാൻ പൊട്ടച്ചിയാ. ഇത് വിഗ്ഗാ. ഞാൻ ഒത്തിരി മുടിയുള്ള പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെയാണല്ലോ കണ്ടത്. എന്റെ പൊന്നിയേട്ടാ വിഷമിക്കണ്ടേ, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആളാണെന്നേ. ഞാൻ വീട്ടിൽ നിന്നാലും എന്റെ മുടി അങ്ങ് ജംഗ്ഷനിൽ കിടക്കുവായിരുന്നേ. എന്നിട്ട് എന്ത് പറ്റി? ഒരു ദിവസം ഉണ്ടല്ലോ ഏട്ടാ, ഞാൻ വീട്ടിലോട്ട് കേറാൻ ഇങ്ങോട്ട് വരും, എന്റെ മുടി ജംഗ്ഷനിൽ കിടക്കുവാണല്ലോ. ഏതോ ഒരുത്തൻ ഒരു കാറ് കൊണ്ടുവന്ന് അതിന്റെ പുറത്തങ്ങ് പാർക്ക് ചെയ്ത്. എനിക്ക് കേറാൻ പറ്റുമോ? മുടിയുടെ മുകളിലോ? മുടിയുടെ മുകളില്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്ന, സ്കൂട്ടർ പാർക്ക് ചെയ്ത് അവസാനം ശല്യമായപ്പോ ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞ ഞാനങ്ങ് മുട്ടച്ചിയായി. തുള്ളി ചോദിച്ചപ്പോ ഒരു കുട എടുത്തങ്ങ് മറിക്കുവാ. പിന്നെ എനിക്ക് ചേട്ടനോട് ദേഷ്യം. എന്തിന്? എന്റെ അച്ഛനും ആങ്ങളമാരും ഒക്കെ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറയാൻ വേണ്ടി ചേട്ടൻ ഭയങ്കര ജാട കിട്ടുന്നില്ല. അവരോട് മിണ്ടിയില്ലല്ലോ. എടി അവരോട് എപ്പോഴും വേണം സംസാരിക്കാലോ. ഞാൻ ഇനി ഇവിടെ ഉണ്ടല്ലോ, എങ്ങും പോകുന്നില്ലല്ലോ, സംസാരിക്കാലോ. ഇതൊക്കെ പോട്ടെ, എന്റെ കുറച്ച് കൂട്ടുകാരികൾ വന്നല്ലോ, അവരോട് ചേട്ടൻ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ? മിനി ബസ്സേ വന്നാണോ? നിന്റെ കൂട്ടുകാരികളാണോ? അതെ. ഞാൻ ആ ബസിന്റെ അകത്ത് കിടന്ന് വിരകുയത്. എന്റെ പൊന്നടിവേ, അവർ എന്തെല്ലാം കാര്യങ്ങളാ എന്നോട് പറഞ്ഞെന്നറിയോ? ഈ ഇടുപ്പില് ടാറ്റു അടിച്ച ഒരു പെണ്ണുണ്ടല്ലോ, നിഖില. ആ നിക്കൂല, എന്നോട് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയി. അല്ലല്ല, അവിടെ പേരാ നിഖില. നിഖില? എന്റെ പൊന്നെ, അവള് ഭയങ്കര പാട്ടുകാരിയാ. മൂന്നാമത്തെ പാട്ടായപ്പോ താലി കെട്ടുന്ന സമയമായില്ല. ഞാൻ പോന്നപ്പോ അവളെന്നോട് പറഞ്ഞു വാട്സാപ്പിൽ ഇട്ട് തരാം നമ്പരും വാങ്ങിച്ചല്ലേ? അവരൊക്കെ വാങ്ങിച്ചു. അത് പോട്ടെ, നീ കേറി വന്നപ്പോ അമ്മയ്ക്ക് വള ഇട്ടായിരുന്നോ? അമ്മയ്ക്ക് വള ഇടാൻ അമ്മ എന്ത് ഇടവേള കൃഷി? അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. പുതുപ്പെണ്ണ് കേറി വരുമ്പോ അമ്മയ്ക്ക് ഒരു വള ഇട്ട് കൊടുക്കണം. അയ്യോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനല്ല. പെണ്ണിങ്ങോട്ട് കേറി വരുമ്പോ അമ്മായിയമ്മ കയ്യെ കിടക്കുന്ന 2 വള ഒരു പെണ്ണിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാ? എന്നിട്ട് എന്റെ അമ്മ തന്നോ? ഇല്ല, അമ്മ തരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വിളക്ക് തരാൻ നേരം ഞാൻ 2 വള അമ്മ കാണാതെ അടിച്ചു മാറ്റി കയ്യിലിട്ടു. ഈ വളയുടെ പേര് ഭയങ്കര വഴക്കുമായിരിക്കും. പിന്നെ പാചകമൊക്കെ അറിയാവോ? അല്ല, ചേട്ടന്റെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അത് വറുത്തരച്ചുണ്ടാക്കണം. കുരുമുളകെല്ലാം ചേർത്ത് കറിവേപ്പിലേക്ക് ഇട്ട് നല്ല ചെറിയ കുഴമ്പ് മണാന്നറിയോ? എനിക്കാണെങ്കിൽ ഏട്ടാ ഇതിനാലൊരു വക അറിയത്തില്ല. ഏതായാലും ചേട്ടൻ ഇത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ടേ, എനിക്ക് ചോറൊക്കെ വേവിക്കുമ്പോ പുളുങ്കുരു പോലെ ഇരിക്കണം കേട്ടോ. എനിക്ക് വെന്ത ചോറ് ഇഷ്ടമല്ല. പിന്നെ രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കും, അപ്പൊ എനിക്കൊരു ബെഡ് കോഫി തരണം കേട്ടോ. പിന്നെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു കോഫി തരണം. പിന്നെ 11 മണിക്ക് എനിക്കൊരു ജ്യൂസ് തരണം. പിന്നെ ഈ തറയൊക്കെ തുടച്ച് എന്റെ തുണിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ എന്റെ കാല് വന്നൊന്ന് മസാജ് ചെയ്ത് തരണം. അത്രേ ഉള്ളൂ കേട്ടോ. ജീവൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മസാജും ചെയ്തു തരാം കേട്ടോ. ചേട്ടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്താ ഇത്രയും നാളും കല്യാണം കഴിക്കാനേ? എല്ലാരും പറഞ്ഞു എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന്. അല്ല, ഞാൻ കേട്ടത് ചേട്ടന് ഭയങ്കര പേരുദോഷമാണെന്നല്ലോ. ആണോ? എന്താ? കുറെ ആൾക്കാർ എന്നെ പറ്റി പറയാൻ വേണ്ടി തന്നെ ഇരിക്കുവാ. അയ്യോ, ഈ ചാരിറ്റി പരിപാടി ഉണ്ട്. എനിക്കറിയാം. മറ്റേ അനാഥാലയത്തിലൊക്കെ പോയി എന്തെങ്കിലും സഹായിക്കാൻ. തൊട്ടടുത്ത അനാഥാലയത്തിൽ ഞാൻ പോകുന്നുണ്ട്. ഇവന്മാര് പറഞ്ഞു ഒപ്പിച്ച പരിപാടി എന്തുവാ? എനിക്ക് അവിടെ 2 പെൺപിള്ളേരുണ്ട്. അയ്യോ, അത് പോട്ടെ. അനാലിന്റെ തോഞ്ചത്തിരിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ ജാനു എന്ന് പറഞ്ഞ പെണ്ണുണ്ട്. എന്റെ മൂത്ത ഇറക്കം എന്റെയാണ്. അയ്യോ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന്. അയ്യോ, അതെന്തൊരു നാണക്കേടാ ഏട്ടാ. ഒരു രക്ഷയില്ല. പിന്നെ ചേട്ടാ, എനിക്ക് എങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പെണ്ണുങ്ങളൊന്നും ഞാൻ ഒരിക്കലും അടച്ചിട്ടിരിക്കാറില്ല. നിനക്ക് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലോ പഠിക്കാൻ പോവാം. എനിക്ക് പഠിക്കണമെന്നുണ്ട് ചേട്ടാ. എന്ത് പഠിക്കാൻ ആഗ്രഹം? എനിക്ക് കരാട്ട പഠിക്കണം. അല്ല, ഒന്നുമല്ല, കരാട്ട പഠിക്കണം. നാടനടി അടിച്ച് ചത്താ മതി എന്ന് എന്റെ ഒരു ആഗ്രഹം. കാര്യം ചെയ്യും, ഇന്ന് എന്റെ ആദിരാത്രിയാണ്. അപ്പൊ എനിക്ക് ഇതിലൊരു പങ്കുമില്ലേ? എനിക്കൊരു പങ്കുമില്ല. പറഞ്ഞ് ഞെട്ടിപ്പിക്കല്ലേ? ആദിരാത്രി എന്ന് പറഞ്ഞു ഞാനിപ്പോ നീ ഉണ്ടെന്ന് ആര് കേൾക്കുമ്പോ ഞാൻ വലിഞ്ഞു കയറി വന്നാന്ന് വേണ്ട അങ്ങനെ പറയരുതാണ്. നമ്മുടെ അങ്ങനെ പറയണമായിരുന്നു. നമ്മുടെ ആദിരാത്രി അല്ലേ, പോയി പാലൊക്കെ സെറ്റ് ചെയ്ത്. ഒരു നാണവും ഇല്ലാത്ത പെണ്ണ്. അല്ല, ഒന്നുമല്ല. ഡോക്ടർ പ്രകാശ്, എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? നേരത്തെ വരണ്ടായിരുന്നു, കിട്ടുന്ന സമയത്ത് വരണ്ടായിരുന്നോ? അവിടെ ഒരു രക്ഷയില്ല, രോഗികളെ കൊണ്ട് ഒരു രക്ഷയില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് നിന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നീ പറയാം മനഃപൂർവ്വം ഞാൻ വരാതിരുന്നു. പിന്നെ അവളകത്തേക്ക് പോയേക്കുവാ, വിളിക്കാം. അവളിപ്പോ പാലുമായിട്ട് വരും. അതെയല്ലേ? പിന്നെ എനിക്കൊരു ആഗ്രഹം. എന്ത്? നീ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അതെ. വേറെ സംശയമൊന്നുമില്ല എനിക്ക്. വെറുതെ ഒന്ന് അവള് വരുമ്പോ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ?
എന്തിന്? അല്ല ചുമ്മാ നീ കല്യാണം കഴിച്ചിട്ട് വരുമ്പോ ഞാൻ എന്തിനാണ് നോട്ടീസ് ചെയ്യണം? അത് ഇന്ന് ആദ്യ രാത്രി. അല്ലടാ, എനിക്കൊന്നും ഉണ്ടായിട്ടല്ലെന്ന്. അതും മനസ്സിലായി, അത് ശരിയല്ല. ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നെയാണ് അതൊക്കെ കല്യാണത്തിന് മുമ്പേ നിങ്ങൾ പെണ്ണുങ്ങൾ ഉള്ള സത്യം വിളിച്ച് പറയും. അതൊക്കെ ശരിയാവൂടാ. അത് കുഴപ്പമില്ലെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ചെറുതായിട്ട് ചോദിക്കാം. പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇതാരാ? ഇത് ഡോക്ടർ തൈക്കാട്ടുശ്ശേരി, സൈക്കാട്രിസ്റ്റ്. ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെ കിളിച്ചിറങ്ങിയിരിക്കുന്നത്? കടയിൽ നിന്ന് മേടിക്കണ സാധനം അത്. ഇത് ഞങ്ങൾ സൈക്കാട്രിസ്റ്റ്. പുള്ളി ഹിപ്നോട്ടിസത്തിന്റെ വലിയൊരു ആളാണ്. ഹിപ്നോട്ടിസം ഒക്കെ അറിയോ? ആത്മാവിനെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടിസം ചെയ്ത് പറഞ്ഞു വിടുന്ന. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ത്രില്ല ഇതൊക്കെ. ഞാൻ വിളിച്ചു വരുത്തു. ആണല്ലേ? ഞാൻ തമാശക്ക് ഒന്ന് പറഞ്ഞേ, എന്ത് ചേട്ടാ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? അതിനെന്താ എന്നെ ചെയ്തോ? ചെയ്യാം. എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? ഞാൻ അങ്ങനെ എനിക്കത് അറിയത്തില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? കേട്ടോ, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നാ മതിയോ? ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യാവേ. ചെയ്യും. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതേ കണ്ണ് മഞ്ഞിച്ച് കിടക്കുന്ന കേട്ടോ. മഞ്ഞപ്പിത്തം ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോയെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണേ. കണ്ണിലൊരു മഞ്ഞ നിറം ഉണ്ട് കേട്ടാ. അത് മഞ്ഞ നിറമല്ല, ഇന്നലെ കഴിച്ച 1/2 ലിറ്റർ ഈ പോളെ കിടക്കണതാ. ഇന്നല്ല, എന്നെ ശ്രദ്ധിച്ചു നോക്കും. ഞങ്ങൾ ഈ സൈക്കാട്രിസ്റ്റ് അങ്ങനെയാണ് ഇനിയിപ്പോ കണ്ണി നോക്കണ്ട. കാലൊന്ന് നേരെ വെച്ചിരുന്നു. ഇങ്ങനെ നോക്കണം കേട്ടോ. വാഴയ്ക്ക് വളം അടിച്ചിട്ടാണോ? നഖം ഒന്നും വൃത്തിയാക്കിയില്ലല്ലോ. ഇല്ലല്ലോ. നഖം വെട്ടിയിട്ട് വരണ്ടേ? പറഞ്ഞ ഇത് ചെയ്യേണ്ട കേസ്. ചെയ്തു. ഇനി ഞാൻ ഇനിയിപ്പോ ഞാൻ എന്താ വേണം? ഇനിയാണ് ഞങ്ങൾ ഉറക്കാൻ പോവുകയാണ്. എന്നെ ഉറക്കുവോ? നിങ്ങളെ ഞാൻ ഉറക്കുന്നത്. എന്റെ അടുത്ത് നിന്നോണേ. ഉറക്കം ഓക്കെ. കൈകളിലേക്ക് നോക്ക്. നിങ്ങളെ ഞാൻ ഉറക്കുകയാണ്. നിങ്ങളെ ഞാൻ കൊണ്ടുവരിക. അല്ല, ഇന്നലേക്ക് കൊണ്ടുവരിക. ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കണം, നിങ്ങൾ ചോദിക്കൂ. ഞാൻ ചോദിക്കാം. എന്നാ ചോദിക്കും. എന്താ ചോദിക്കാൻ പോണത്? ഉറങ്ങുവാണോ? ഉറങ്ങുവാ. അതെ, സ്കൂളിൽ പഠിക്കണ സമയത്ത് ആരെങ്കിലും ലൈൻ ഉണ്ടായിരുന്നു? 5 പേരുടെ പുറകെയായിരുന്നു, പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമല്ലായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചതല്ലേ? ആണാന്ന്. അവിടെ വെച്ച് എന്തെങ്കിലും? ഇല്ലില്ല, ഞാൻ എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരും എന്നെ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളേ. എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനെ നല്ല ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കണം. നിങ്ങൾ എഴുന്നേക്കുകയാണ്. നിങ്ങളുടെ ബോധത്തിലേക്ക് വരിക. തിരിച്ചു കയറും. അല്ല, ഇപ്പൊ ഞാൻ എന്താ ചേട്ടാ പറഞ്ഞു? ഉത്ബോധ മനസ്സിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്തൊക്കെ പറയാ? കുട്ടി ഒന്നും പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ലേ? അയ്യോ, ഒന്നും ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട്? ചോദിച്ചു. കറക്റ്റ് ഉത്തരം പറഞ്ഞു. ആണോ? എനിക്ക് വിശ്വാസം, നീ എന്റെ ഭാര്യ. പക്ഷെ എനിക്കിത് എങ്ങനെയാന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ? അത് ഉപബോധ മനസ്സാണത്. ഞാനങ്ങ് മയങ്ങിയായിരുന്നോ? നീ നല്ല ഉറക്കം. അയ്യോ, എനിക്കിത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, ചേട്ടൻ ഡോക്ടറിനെ ഒന്ന് മയക്കാവോ? അയ്യോ, ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചവർക്ക് ചെയ്യാൻ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ ചേട്ടനെ ഒന്ന് മയക്കാം. അത് വേണ്ട. അത് വേണം. ആ കളി ഞാനില്ല കേട്ടോ. ആ കളിക്ക് ഞാനില്ല കേട്ടോ. എന്റെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ചേട്ടൻ അറിഞ്ഞു. അപ്പൊ എന്താ ചേട്ടൻ? ഞാൻ പിണങ്ങി ആന പിണക്കുവാ. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറയണതല്ലേ, സാധിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് അല്ലേ? ഒന്നും സാധിച്ചു. ഞാനല്ലേ ചേട്ടാ ചോദിക്കുന്നേ. ഒന്നും സാധിച്ചു ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഇനി എന്താ ചെയ്യുന്ന ഡോക്ടർ? എന്താ ചെയ്യുന്നേ? എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു. 1/2 ലിറ്റർ കാണാം. നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ്. ഉറങ്ങി നിൽക്കുന്ന പോലെ ഡോക്ടർ ചോദിച്ചേ. അല്ല, ചോദിക്കും. ഞാൻ ചോദിച്ചാ മതിയോ? നേരത്തോടെ ചോദിച്ചു. എനിക്ക് വിശ്വാസക്കണം, എന്നാലും ഞാൻ ചോദിക്കാം. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടാ ഇനി മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരുപാട്. സ്കൂളിൽ പഠിക്കുമ്പോ 4 ലൈൻ. കോളേജിൽ പഠിക്കുമ്പോ? കോളേജില് ലവ് ലെറ്റർ എഴുതിയതിന് എന്നെ അവിടുന്ന് പുറത്താക്കി. എന്നാ പിന്നെ അനാഥാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോവാറില്ലേ? ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ ആരാ? 2 പെൺപിള്ളേര്. അപ്പൊ ജാനുവിന്റെ മോനെ? വിഷ്ണു എന്റെ മോന. അയ്യോ, എന്നെ കെട്ടിട്ട് വഞ്ചിക്കാനായിരുന്നു ഇങ്ങനെ കെട്ടിയത്. എത്ര കാമുകിമാരുണ്ട് നിനക്ക് മൊത്തത്തിൽ? കുറേ ഉണ്ട്. ഇപ്പൊ നീ കല്യാണം കഴിച്ചേക്കുന്ന പെണ്ണോ? ചേട്ട.
മൊട്ടത്തലച്ചി, ഞാനൊരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹത്തില്ല. ഏത് പെണ്ണ്? നിക്കില്ല. നിഖിലയോ? എന്റെ കൂട്ടുകാരി നിഖിലയോ? നിഖിലയായിട്ട് എന്തുവാ? ഞങ്ങൾ അടുത്ത മാസം ബാംഗ്ലൂർക്ക് ഒളിച്ചോടും. അപ്പൊ ഈ പെണ്ണിനെയോ? ഇയാള് പോകാൻ പറയാം. ഉണത്ത് ഇവനെ, ഉണത്ത് ഉണത്ത്. ഇനി എന്തിനാ ഉണർത്തുന്നത്? ഇനി പല്ലേലും കൊള്ളുവോ? ഉണത്തവനെ. ഹലോ, ചെന്ന് കേറിക്കൊടു, വേഗം ചെന്ന് കേറിക്കൊടു. മോളെ, മോനെ, നിനക്ക് ആരാണ് അനാഥാലയത്തിൽ? ആരാണ് എന്റെ ഉള്ള? നിന്റെ മോനോട് അനാഥാലയത്തിലുള്ളത്? ആരാ ഉള്ളത് നിനക്ക്? കനാലിനോട് ചാനോട് കൊച്ചാറിയോ? ആരാണ് പറയാ? ആരാ കൊച്ചാളാണോ? ഇതിലൂടെ നീ ഒളിച്ചോടും അല്ലേ? പെങ്ങളെ 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 ഞാനത് ഒന്നും പറഞ്ഞില്ല. ഇതെന്ത് കൊള്ളാം? നീ എത്രത്തിന് പ്രേമിച്ചടാ? എത്രത്തിന് വഞ്ചിച്ചടാ? ഇനി നിന്റെ ജീവിതം വേണ്ട എന്റെ ഈ കാൽക്കീഴില്. എന്നെ വിട്ട് നിനക്ക് ഇനി ഒരിടത്തും അവിടത്തുള്ള നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോകത്തില്ല. കാരണം നീ വേറൊരു പെണ്ണിനെ ചതിക്കൂടാ. നിന്റെ കൂടെ ഞാനുണ്ടാവും. നിന്നെ മര്യാദക്കാരനാക്കിട്ട് ഞാൻ പോകത്തുള്ളൂ. ഇന്ദുമതി, എന്താടാ? നമ്മുടെ